ഹലോ അങ്കിൾ. സോറി അങ്കിൾ, സമയമായി, ഞാൻ അറിഞ്ഞു. നിങ്ങളെ കണ്ട് ഒരുപാട് കാലായല്ലോ ചേട്ടാ. ഒന്നുമില്ല മോളെ, അടുത്ത എന്റെ ഒരു സുഹൃത്തുണ്ട്, അയാളെ കണ്ടിട്ട് പോവാന്ന് വന്നതാ. അവൻ ഇവിടെ അടുത്താ ഉള്ളത്. ഇടയ്ക്ക് ഇങ്ങോട്ട് കേറിയിട്ട് പോവാന്ന് വന്നു. മേഘ എങ്ങനെയുള്ളത്? അവക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ ചേട്ടാ. എന്താ ചോദിച്ചത്? വെറുതെ ചോദിച്ചതാ. രാവിലെ മുതൽ നല്ല തലവേദനയാ. കുറച്ച് കോഫി താ മോളെ. എന്തെങ്കിലും ടാബ്ലറ്റ് വേണോ? വേണ്ട മോളെ, കുറച്ച് ചൂട് കോഫി കിട്ടിയാ കൊള്ളാം. ശരി ചേട്ടാ. വാട്ട് ദ ഹെൽ? എന്തൊരു അതിശയം അത്. ഒരു ഡ്രോപ്പ് പോലും പുറത്തൊന്നുമില്ലല്ലോ. ഇത്രയും ഫോഴ്സ് ആയിട്ട് താഴെ വീണിട്ടും അത് പൊട്ടിയില്ലല്ലോ. ഐ എം റിയലി സർപ്രൈസ്ഡ്. അരെ, ഒരു ക്രാക്ക് പോലും ഇല്ല. ഇത് ശരിക്കും ഒരു മിറാക്കിൾ തന്നെയാണ്. അതെ, മിറാക്കിൾ തന്നെ. ആരോ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് താഴെ വെച്ച പോലെ ഉണ്ട്. മിറാക്കലൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ദുഷ്ടശക്തിന്ന്. അത് തന്നെയാ. ആദ്യം സ്വപ്നമായിരുന്നു, ഇതാ ഇപ്പൊ ഈ കപ്പ്. അതെ അതെ, ആ പ്രേതങ്ങളൊക്കെ ഒരുമിച്ച് ഇപ്പൊ ഇവിടെ കോഫി കുടിക്കാൻ വന്നിരിക്കുക. നിങ്ങൾക്കൊന്നും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. അത് നിനക്ക് മനസ്സിലായല്ലോ, ഞങ്ങൾക്ക് അത് മതി. ശരി, അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നെക്സ്റ്റ് മൺഡേ നമ്മൾ എല്ലാരും പുറപ്പെടും. വി ഹാവ് 6 days ലെഫ്റ്റ്. ഡേ, നിന്റെ ആ ഫ്രണ്ടിന് കോൾ ചെയ്തോ? അവന്റെ പേരെന്തായിരുന്നു? രാജു. നമ്മള് വൈകുന്നേരം 4 മണിക്കുള്ളിൽ എത്തുന്ന ഞാൻ പറഞ്ഞു. നീ ഞങ്ങളെ കൂടെ വരുന്നുണ്ടോ? അതെ, 1 വീക്ക് ഓഫ് ഉണ്ട്. നിങ്ങൾ എല്ലാരും എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാൻ വരുവാണ്. പിന്നെ ഒരു കാര്യം, നല്ല ബോറടിക്കും. എത്ര പറഞ്ഞാലും ഇവള് ഞാൻ പറഞ്ഞ കേൾക്കില്ലല്ലോ. അത് ഇവളുടെ തലയെഴുത്ത. ആരുടെയൊക്കെ തലയിലേക്ക് മാറുന്ന നമുക്ക് അവിടെ പോയാലേ അറിയൂ. ഈ ജീവിതം എനിക്കെന്തിനു തന്നു കാശിവടി പോനേ, മർത്തിനിൻ മണ്ണിൽ നിന്ന് എന്തിനു തന്നു കാശിവടി പോനേ, കാശിവടി പോനേ. ഈ ജീവിത വന്നല്ലോ രാജാ. കട്ടപ്പ ഒന്ന് നിന്നേ. തന്നെ അന്വേഷിച്ചോണ്ട് വരികയായിരുന്നു. രാവിലെ വന്നതാ, ഒരു കസ്റ്റമറും ഇല്ലെന്നേ. എത്ര നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്ക. അല്ല, എന്താ കാര്യം? വല്ല പാചകക്കാരെ നിങ്ങൾക്ക് അറിയോ? ഒരുപാട് പേര് അറിയാലോ. എന്താ കാര്യം? ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. 2 ആഴ്ച ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ പാചകക്കാരനാണ് ജോലി വിട്ട് പോവുകയും ചെയ്തു. അത് നിങ്ങൾക്ക് അറിയാലോ നന്നായിട്ട്. അതും ശരിയാ. ഞാൻ ഗൗരിയെ അയച്ചേനെ.
അവക്ക് അത്ര സുഖമില്ല. അവള് റെസ്റ്റ് എടുത്തോണ്ടിരിക്ക. ഞാൻ ആരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അയക്കാം. എപ്പോഴാ വരുന്നേ? അത് ഈ വരുന്ന തിങ്കളാഴ്ച ഉച്ചയോടെ അവരെത്തും. നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പ്രധാനപ്പെട്ട ഗസ്റ്റ് ആണേ. നിങ്ങൾക്കും ഒരു 10 രൂപ കയ്യിൽ കിട്ടുമെന്ന് കരുതിക്കോ. ഞാനിതൊക്കെ വെറുതെ വിടൂ. എന്നാ പിന്നെ നമുക്ക് പിന്നെ കാണാം. ആ ശരി. ഇവിടത്തെ കാര്യങ്ങൾ എന്ത് പറയാനാ? ഇതെന്താ എന്തോ താഴെ ഇട്ടേച്ച് പോകുന്നു? രാജാ, രാജാ. അയ്യോ, ഇത് കണ്ടിട്ട് ലെറ്റർ പോലെ ഉണ്ടല്ലോ. ഇത് മറ്റുള്ളവരുടെ ലെറ്ററാ. നമ്മൾ വായിക്കുന്നത് തെറ്റാ. നാളെ വരുമല്ലോ, അപ്പൊ കൊടുക്കാം. ഈ ജീവിതം എനിക്കെന്തിനു തന്നു കാഞ്ചിവാടി പോനേ. കട്ടപ്പാ, ആരാ? ഓ, നീയായിരുന്നോ? നീയല്ല അന്ന് എന്റെ കളിയാക്കി ചിരിച്ചേ അല്ലേ? ഞാൻ നിങ്ങളെ കണ്ടല്ല ചിരിച്ചത്. പിന്നെ അന്നൊരു 100 രൂപ കിട്ടിയതിന് നിങ്ങൾ അത്രയും സന്തോഷിച്ചില്ലേ? നിങ്ങളുടെ സന്തോഷം കണ്ടിട്ട് എനിക്ക് എന്തുമാത്രം സന്തോഷമായിരുന്നറിയോ? അതിനാ ചിരിച്ചത്. നീ ചിരിച്ചത് കേട്ടപ്പോ കളിയാക്കി ചിരിക്കുന്ന പോലെയാ ഉണ്ടായിരുന്നേ. എനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. കാര്യം പറ. ഒന്ന് അടുത്തേക്ക് വാ കട്ടപ്പാ. ഇരുട്ടുന്ന കണ്ടില്ലേ? ഇരുട്ടിൽ എനിക്ക് നിങ്ങളെ ശരിക്കും കാണാൻ കഴിയുന്നില്ല. നിക്ക് ഞാൻ വരാം. ധൃതി കാണിക്കണ്ട. ഈ പെണ്ണ് ആരാണെന്ന് കണ്ടിട്ടേ ഉള്ളൂ കാര്യം. അല്ല, ഇതെന്താ വീടാണോ? കാണാൻ പള്ളിക്കൂടം പോലെ ഉണ്ടല്ലോ. എന്തോ എഴുതി വെച്ചിരിക്കുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ നമുക്ക് എന്തിനാ അത്? അയ്യേ, ഇതെന്താ ഇത്ര ചവറ് കിടക്കുന്നത്? ഇതൊന്നും ക്ലീൻ ആക്കാൻ ഇവിടെ ആരും ഇല്ലേ? കഷ്ടം. അതിരിക്കട്ടെ, ഞാൻ ദിവസവും ഈ വഴിക്കല്ലേ പോകുന്നതും വരുന്നതും. ഇവിടെ ഒരാളുള്ള കാര്യം എനിക്കറിയാതെ പോയല്ലോ. എന്തെങ്കിലും ആവട്ടെ. അകത്ത് ആളുണ്ടോ? അല്ല, ആരും ഇല്ലേ? ഞാൻ ഇങ്ങോട്ട് പോവാനാ കട്ടപ്പാ. അതിനിപ്പോ ഞാൻ എന്ത് പറയാനാ? എന്താ കാര്യം? അല്ല, നിങ്ങൾ എന്താ ഇങ്ങനെ മെല്ലെ സംസാരിക്കുന്നേ? ഒന്ന് ഉറക്കെ സംസാരിച്ചൂടെ? പേടിയാണോ? എന്തു പറ്റി? ഞാൻ പറയുന്ന കേക്കുന്നില്ല. കേക്കുന്നുണ്ട്. അല്ല, ഒന്ന് ഉറക്കെ സംസാരിച്ചാ നന്നായിട്ട് കേക്കാലോ. അതുകൊണ്ടാ പറഞ്ഞേ. അല്ല, എന്താ കാര്യം? നിങ്ങൾ എന്താ പുറത്തേക്ക് വരാത്തത്? ഞാൻ പുറത്തേക്ക് വന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കട്ടപ്പാ. എന്നെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട. അപ്പൊ നിങ്ങൾ ആർക്കും കാണാൻ പറ്റില്ലേ? അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ശരി, നിങ്ങള് എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. നിങ്ങൾക്ക് എന്നെ കാണാനോ? നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് കട്ടപ്പാ. എന്താ ഇതൊക്കെ? ഇങ്ങനെ പേടിക്കില്ല കട്ടപ്പാ. പേടിയോ? എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. നിങ്ങളെ സഹായിക്കാന്ന് ഞാൻ വിചാരിച്ചു. അന്ന് 100 രൂപ തന്നില്ലേ? ഇന്ന് 2000 രൂപ തന്നിട്ടുണ്ട്. 2000? പിന്നെ ആര് തന്നു? എപ്പോ തന്നു? വെറുതെ കള്ളൊന്നും പറയാൻ പാടില്ല കേട്ടോ. നിങ്ങളുടെ പോക്കറ്റിൽ എത്ര ഉണ്ടെന്ന് നോക്ക്. 100 രൂപ തന്നിട്ട് 2000 ഒന്ന് കള്ളം പറയാ? ഞാനിപ്പൊ പറഞ്ഞുതരാം. അതിൽ എത്രയുണ്ടെന്ന് എണ്ണി നോക്ക് കട്ടപ്പാ. സത്യം 2000? അല്ല, ഇത് എങ്ങനെ എന്റെ പോക്കറ്റിലെത്തി? അത് നിങ്ങൾക്കുള്ളതാ, വെച്ചോളൂ. അതെ. അല്ലല്ലല്ല, ഇത് രാജയുടേതാണ്. അവനറിയാതെ താഴെ ഇട്ടു. ഇത് നാളെ കൊടുക്കേണ്ടത് അവന്. എന്റേതല്ല. അങ്ങേരുടെ കയ്യിൽ നിന്ന് വീണതൊന്നുമല്ല കട്ടപ്പാ. പിന്നെ അയാൾക്ക് ഈ പണം ഇവിടെ ഉള്ള കാര്യം തന്നെ അറിയില്ല. ഇതുപോലെ ഇനി എന്നും നിങ്ങൾക്ക് ഒരുപാട് പണം കിട്ടും. ഇതിന് പകരമായിട്ട് നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വന്ന് എന്നെ ഒന്ന് സഹായിക്കണം. ചെയ്യോ? എന്റെ അമ്മ സത്യം ചെയ്യാ. പറ, എന്താ ചെയ്യേണ്ടത് പറ. ഇപ്പൊ വേണ്ട, നിങ്ങളുടെ വീട്ടിലേക്ക് പോ. നിങ്ങളുടെ ഭാര്യ ഒറ്റയ്ക്കല്ലേ? അത് ശരിയാ. ശരി. അതെ, ഇതിനെ കുറിച്ച് എന്റെ ഭാര്യ ചോദിച്ചാ ഞാൻ എന്താ പറയേണ്ടത്? പറഞ്ഞേ. അവള് നിങ്ങളോട് ഒന്നും ചോദിക്കില്ല. അവരോട് നിങ്ങൾ എന്നെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. ഞാനിത് പറയോ? ഞാനിതൊക്കെ പറഞ്ഞാലേ അവള് വിശ്വസിക്കത്തേ ഇല്ല. ശബ്ദം മാത്രമേ കേക്കൂ, നേരിട്ട് കാണാൻ പറ്റില്ല. അതും ഒരു പെണ്ണാണെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ വെച്ചോണ്ടിരിക്കാണെന്ന് അവള് പറയും. പിന്നെ അവളെന്റെ കഥ കഴിക്കും. ദിവസം അവളുടെ അടി മേടിച്ച് ചാകാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് സമയമായി കേട്ടോ. ഞാൻ ഇവിടുന്ന് പോട്ടെ. നമുക്ക് പിന്നെ കാണാം കേട്ടോ.
ആ? ആ, അല്ല ഈ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നേ? കസ്തൂരി മഹാൽ. ആ ശരി ശരി. എന്നാ നമുക്ക് പിന്നെ കാണാം. വരട്ടെ.